we spend time to worship, let's try to draw our hearts near the heart of Jesus today. Can someone help translate also? Sijoy brother? Okay, I will do. നമുക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് നാം ദൈവത്തിന് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് സ്വല്പസമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. Can we all read Isaiah chapter 53 verse 7? നമുക്ക് എല്ലാവരും ചേർന്ന് യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. He was oppressed and he was afflicted, yet he did not open his mouth. Like a lamb that is led to slaughter, and like a sheep that is silent before its shearers, so he did not open his mouth. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതെയിരുന്നു. That was the life of Jesus. Imagine living a life knowing that you are going to be killed at the prime of your life. ഇതായിരുന്നു യേശു കർത്താവിന്റെ ജീവിതം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ കൊല്ലപ്പെടാനായിട്ട് പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കിക്കേ. Jesus, the Son of God, knew for sure that he would die. ദൈവപുത്രനായിരിക്കുന്ന യേശു കർത്താവിന് അറിയാമായിരുന്നു താൻ കൊല്ലപ്പെടുമെന്നുള്ളതും മരണത്തിന് ഏൽപ്പിക്കപ്പെടുമെന്നുള്ളത് കാര്യം. And the death that Jesus was about to face was not going to be an instant death. ഒരു സാധാരണ മരണമല്ലായിരുന്നു യേശു കർത്താവിന് നേരിടേണ്ടതായി വന്നത്. He was about to face a very slow and painful death. വളരെ സാവധാനത്തിലും വളരെ വേദന നിറഞ്ഞതുമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയായിരുന്നു താൻ മരണം വരിക്കേണ്ടി വന്നത്. The pain that he suffered was both physical and emotional as well. മാനസികമായിട്ടും ശാരീരികമായിട്ടും കർത്താവ് വേദനയിലൂടെ കടന്നുപോയി. And let's see how Jesus reacted to the situations that he went through. യേശു കർത്താവ് ഈ വേദനയിലൂടെ കടന്നുപോയപ്പോൾ യേശു കർത്താവിന്റെ ആ പ്രതികരണത്തെ കുറിച്ചൊന്ന് ധ്യാനിക്കാം. We read in Matthew chapter 26 and 27 how Jesus was falsely accused by the religious leaders. മത്തായിയുടെ സുവിശേഷം 26-27 അധ്യായങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് അന്നത്തെ മതമേലധ്യക്ഷന്മാർ കുറ്റാരോപണങ്ങൾ നടത്തുന്നത് ഒരു നിലവാരമില്ലാത്ത ഒരു കഴമ്പുമില്ലാത്ത ദുരാരോപണങ്ങൾ കർത്താവിന് മേൽ ചാർത്തുന്നത് നാം അവിടെ വായിക്കുന്നു. And when Jesus faced this, he remained silent, is what we read. യേശു കർത്താവ് ഈ ദൂഷകന്മാരുടെ മുൻപിൽ, ഈ കുറ്റാരോപണങ്ങളുടെ മുൻപിൽ മിണ്ടാതിരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. Like a lamb led to slaughter. ഒരു അറുക്കുവാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ. Like a sheep silent before its shearers. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ. In Luke chapter 23 verse 35, we read how religious leaders accused him. They said, he saved others, let him save himself. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ അന്നത്തെ മതമേലധ്യക്ഷന്മാര് കർത്താവിനെ പരിഹസിച്ചതിനെ കുറിച്ച് ഇങ്ങനെയാണ് ഒരു പരാമർശമുണ്ട്. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇനി തന്നെത്താൻ ഒന്ന് രക്ഷിക്കുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിക്കുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. And this was after Jesus was crucified. ഇത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു നിന്ന അവന്റെ മേൽ ചൊരിഞ്ഞത്. And the soldiers said, if you are the king of the Jews, save yourself. ഈ അവനെ ക്രൂശിച്ചതായിട്ടുള്ള പടയാളികൾ അവർ പറയുന്നത്, നീ യഹൂദന്മാരുടെ രാജാവാണല്ലോ, നീ ആദ്യം നിന്നെ തന്നെ ഒന്ന് രക്ഷിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞ് അവരും അവനെ പരിഹസിക്കുന്നതായിട്ട് നാം കാണുന്നു. The criminal who was crucified next to Jesus asked him, are you not the Christ? Save yourself and us. യേശു കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതായിട്ടുള്ള ആ കള്ളൻ പറയുന്നത്,
നീ ക്രിസ്തു ആണെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞ് ആ കള്ളനും കർത്താവിനെ പരിഹസിക്കുന്നതായിട്ടും ദുഷിക്കുന്നതായിട്ടും നാം വായിക്കുന്നു. I mean, wasn't it enough that Jesus was pierced with iron nails? യേശു കർത്താവിന് കാലിലും പാണികൾ കൊണ്ട് മുറിവേൽക്കുന്ന ഒരു അനുഭവം മതിയായിരുന്നില്ലേ? Wasn't it enough that a thorn-filled crown was placed on his head? യേശു കർത്താവിന്റെ ആ തലയിൽ വെച്ചതായിട്ടുള്ള ആ മുൾമുടി കർത്താവിന് അത് മാത്രം മതിയായിരുന്നില്ലേ? That wasn't enough for us. അത് പോരായിരുന്നു. They slapped him. അവർ അവനെ അടിച്ചു. They spat on him. അവന്റെ മുഖത്ത് തുപ്പി. They stripped him. അവനെ നഗ്നനാക്കി. They placed on him a scarlet robe, kneeled down before him and mocked him. അവന്റെ സ്വന്തം വസ്ത്രം അഴിച്ചിട്ട് ഒരു മേലങ്കി ധരിപ്പിച്ച് അവന് മുൻപാകെ മുട്ടുകുത്തി അവനെ പരിഹസിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നു. I mean, who does that? Who mocks someone who is just about to die? ആരാണ് ഒരു മരിക്കാനായിട്ട് പോകുന്ന ഒരു വ്യക്തിയെ പരിഹസിക്കുന്നത്? Think about it as putting salt over an open wound. ഇങ്ങനെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ഒരു തുറന്ന മുറിവില് ഉപ്പ് തേക്കുന്ന ഒരു അനുഭവം. Imagine someone who's about to die with cancer or something, and imagine somebody who has hatred towards that person, insulting this person and talking ill of this person. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരാൾ ക്യാൻസർ വന്ന് മരണാസന്നനായി കിടക്കുന്ന ഒരു അവസ്ഥയില് അദ്ദേഹത്തിന്റെ ഒരു എതിരാളി വന്ന് അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തെ ദുഷിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. Who is capable of doing such things? ഇങ്ങനെ ചെയ്യാനായിട്ട് മനുഷ്യത്വമുള്ള ആരെങ്കിലും തുനിയുമോ? Dear brothers and sisters, you and I are capable of thinking the unimaginable and doing more harm than the unthinkable. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് ചിന്തിക്കാവുന്നതിലും നമുക്ക് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. And Jesus knew this. യേശു കർത്താവിന് അത് അറിയാമായിരുന്നു. And how did Jesus respond? ഇങ്ങനെയൊക്കെ വേദനയിലൂടെ കടന്നുപോയപ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? Luke chapter 23 verse 34. Let's read. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. ഞാനത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. You see the very heart of Jesus here. നാം കാണുന്നു. Jesus didn't build hatred in his heart, but pleaded for them. One minute. യേശു കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. He saw the people around him as victims of sin. അവന്റെ ചുറ്റുപാട് ഉള്ള ആളുകളെ പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരായിട്ട്, ഇരകളായിട്ട് യേശു കർത്താവ് കണ്ടു. He knew that what we needed was forgiveness. യേശു കർത്താവ് നന്നായിട്ട് അറിയാമായിരുന്നു നമുക്ക് വേണ്ടത് പാപക്ഷമയാകുന്നു എന്നുള്ളത്. And this would only happen through his death and resurrection. യേശു കർത്താവിന് അറിയാമായിരുന്നു ഈ പാപക്ഷമ സാധ്യമായി തീരുന്നത് തന്റെ മരണത്തിലൂടെയും അടക്കത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ആണെന്ന് യേശു കർത്താവിന് നല്ല തിട്ടമുണ്ടായിരുന്നു. 1 Peter chapter 2 verse 24 reads, He himself bore our sins in his body on the cross. 1 പത്രോസ് 1-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് നാം വായിക്കുന്നു. And so that we might die to sin and live. അതിന്റെ കാരണം എന്ന് പറയുന്നത് നാം പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിന് തന്നെ. And by his wounds you were healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. Because he became the good shepherd who laid down his life, we can all enter God's presence today. നല്ല ഇടയനായ യേശു കർത്താവ് തന്റെ ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവനെ പകരമായി നൽകിയതുകൊണ്ട് നമുക്ക് ഇന്ന് ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. We were singing this song last day. I'm just gonna read out the first few lines of the song in Malayalam.
കഴിഞ്ഞ ദിവസം നമ്മൾ പാടിയ ആ പാട്ടിന്റെ ആ ചില വരികൾ ഞാൻ ഒന്നുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. The lyrics go, പ്രാർത്ഥനയിൽ നൽ നേരമേ ലോകചിന്തകൾ അകറ്റി എന്ന ആഗ്രഹാവശ്യങ്ങളെ പിതാ മുന്നിൽ കേൾപ്പിക്കും ഞാൻ. So as Steffi and I were singing the song, we were thinking about, because of the work of Jesus, we can come to the throne of Jesus with our desires and our wishes. യേശു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഇത് പാടിയ സമയത്ത് നമുക്ക് ധൈര്യത്തോടുകൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളുമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ ഇടയായി തീർന്നു. That made me thinking, did Jesus have his business? He lived on this earth. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് കർത്താവിന് ചില അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നില്ലേ? Let us all read Luke chapter 22 verse 42. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം വായിക്കാം. Father, if you are willing, remove this cup from me, yet not my will, but yours be done. പിതാവേ, നിന്റെ ഹിതമാണെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു. That is the heart of Jesus, who kept aside his own desires and went through all that agony so that we can be in his presence. ഇതാണ് യേശു കർത്താവിന്റെ ഹൃദയം. യേശു കർത്താവ് സ്വന്തം അഭിലാഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പിതാവിന്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കപ്പെടുകയും ആ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ആവാത്ത വിധത്തിലുള്ള വേദനയിലൂടെയും യാതനയിലൂടെയും പ്രയാസത്തിലൂടെയും നിന്ദയിലൂടെയും കടന്നുപോയി. As we worship God today, let us try to understand and come near and draw ourselves near the heart of Jesus. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് ഈ യേശു കർത്താവിന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള നാം ശരിക്കും മനസ്സിലായെങ്കിൽ ആ ഹൃദയത്തിന്റെ ആ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഹൃദയത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് നാം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. As we heard in the worship song today, നിത്യതയോളം സ്നേഹിച്ചു, മരണത്തോളം സ്നേഹിച്ചു, നിത്യതയോളം സ്നേഹിക്കും താൻ. Let us keep in our mind this line of the song as well as we worship him today. നാം ഇന്ന് രാവിലെ പ്രഭാതത്തിൽ പാടിയ പാട്ട്, നിത്യതയോളം മരണത്തോളം സ്നേഹിച്ച ആ കർത്താവ് നിത്യതയോളം നമ്മെ സ്നേഹിക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ വരട്ടെ. Praise God. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.